നാളെയാണ് കർഷകർ നടത്തുന്ന ദില്ലി മാർച്ച്. ഹരിയാനയിലും ദില്ലി ബോർഡറിലും അടക്കം കോൺക്രീറ്റ് കൊണ്ടുള്ള ബാരിക്കേഡുകൾ സ്ഥാപിച്ച് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി പോലീസ് മുന്നേറുമ്പോൾ ഈ ബാരിക്കേഡുകൾ തകർക്കാനായി 5000-ഓളം ട്രാക്ടറുകളിൽ ഹൈഡ്രോളിക് ഉപകരണങ്ങൾ ഘടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നുവെന്ന് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്യുന്നു. 5000-ഓളം ട്രാക്ടറുകൾ ഈ ബാരിക്കേഡുകൾ പൊളിക്കാൻ മാത്രം സമരക്കാർ തയ്യാറാക്കി വരുന്നു. ഒപ്പം തന്നെ കണ്ണീർ വാതക ഷെല്ലുകളെ പ്രതിരോധിക്കാനായി ട്രെയിനിങ് നേടിയ 25,000 സമരഭടന്മാർ കൂടി ഇതിൽ പങ്കെടുക്കും. ഇതിൽ പലരുടെയും കയ്യിൽ വാളും വടിയും ഉണ്ടാകുമെന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വരുന്നു. ഏതായാലും ശക്തമായി തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് പോലീസ്. നാളെ നടക്കുന്ന ഈ മാർച്ച് അവർ ദില്ലിയിലെത്തും എന്ന് തന്നെ ഉറപ്പിക്കുന്നു. ഒപ്പം തന്നെ മുൻകാലങ്ങളിലെ പോലെ തന്നെ അഴിഞ്ഞാടാനുള്ള തീരുമാനവുമായി തന്നെയാണ് അവർ എത്തുന്നതെന്ന് ഈ റിപ്പോർട്ടുകൾ തന്നെ സൂചിപ്പിക്കുന്നു. 5000-ഓളം ബാരിക്കേഡുകൾ തകർക്കുവാനുള്ള ട്രാക്ടറുകളിൽ ഹൈഡ്രോളിക് ഉപകരണങ്ങൾ ഘടിപ്പിച്ചുള്ള 5000-ഓളം ട്രാക്ടറുകൾ, ഒപ്പം തന്നെ ഈ കണ്ണീർവാതകം ഉൾപ്പെടെയുള്ളവ നേരിടാൻ കഴിയുന്ന 25,000 പ്രവർത്തകർ, അത് എന്തും നേരിടാൻ മുൻപോട്ട് വരുന്ന 25,000-ഓളം പ്രവർത്തകർ, അതുപോലെ തന്നെ വടിയും വാളും അവർ കൂടുതലായി സംഘടിപ്പിക്കുന്നു. അതൊരു സംഘർഷത്തിനുള്ള സാധ്യതകൾ എല്ലാം തന്നെ കാണുന്നു. സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പഴയ ഒരു കർഷക സമരം പോലെ പോകുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.